പെരുന്നാളിന്റെ തിരക്കും മധുരവും കൈകോർക്കുന്ന മിഠായി തെരുവ്. ഇനി ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. മിഠായികൾ മുതൽ കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, അലങ്കാര വസ്തുക്കൾ വരെ വാങ്ങാൻ നിരവധി പേർ എത്തി. ഇന്നിപ്പോൾ വളരെ മിത്രമാണ്. പരീക്ഷ ആയതുകൊണ്ടാണ് തിരക്ക് കുറവ്. രാത്രി ആ തിരക്കുണ്ടാവും. നോമ്പൊക്കെ തുറന്നിട്ട് അപ്പോൾ ആ തിരക്കുണ്ടാവും. ഇവിടെ എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. പെരുന്നാൾ സീസൺ അല്ലെങ്കിലും എപ്പോഴും ഇവിടെ മിഠായി തെരുവ് എപ്പോഴും ഉണർന്ന് കിടക്കും. പൊതുവേ എൻ്റെ ഐറ്റംസ് പറഞ്ഞാൽ കോട്ടൺ സാരീസാണ്. അത് പൊതുവേ പെരുന്നാളിൻ്റെ ഒരു ഐറ്റം അല്ല, എന്നാലും കുറഞ്ഞ കച്ചവടം ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ഈ ചൂടായതുകൊണ്ട് രാത്രിയാണ് ബിസിനസ് എടുക്കുന്നത്. രാത്രി നല്ല തിരക്കായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ ആൾക്കാർ എടുത്തോലുണ്ട്. തിരക്ക് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുന്നേ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അടുത്ത സീസൺ വരാൻ പോവാണ്. ഇത് കഴിഞ്ഞ പാടെ തന്നെ ഏപ്രിലിൽ 14 രാത്രി നല്ല തിരക്കാം. 11-12 മണി വരെ നല്ല തിരക്കാം. വൈവിധ്യമാർന്ന മിഠായി തെരുവ് ഇത്തവണയും പെരുന്നാളിന്റെ മുഖ്യ ആകർഷണമായി മാറി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവേശത്തോടെ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കോണിലും സന്തോഷത്തിന്റെ ചിരിയും മധുരത്തിന്റെ രുചിയും നിറയുന്നു. നിറപ്പകിട്ടും മധുരവാസനയുമാണ് ആഘോഷത്തിന് ഒരു പ്രത്യേക ആകർഷണം നൽകുന്നത്. പെരുന്നാളിന്റെ മധുരം നിറച്ച് ആകാംക്ഷയിലൂടെ ഒരുങ്ങുകയാണ് മിഠായി തെരുവ്. ക്യാമറമാൻ വിശ്വജിത്തിനോടൊപ്പം വിഷ്ണുമായ.